അങ്ങോട്ട് ഇറങ്ങും മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ. അത് തന്നാണല്ലോ. എന്റെ പൊന്നു ചേട്ട, ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലാന്നേ. ബാക്കി തരല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമായിട്ട് കാശ് കറക്റ്റ് ആണെന്ന് കറക്റ്റ് തന്നെ. വണ്ടി ഓക്കെ. എന്തോന്നാണ് ഇത്? ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചൂടെ നിനക്ക്? എവിടെ ബാലൻസ്? അയാള് ബാലൻസ് തരാനില്ല. ഇത് ഞാനൊരിക്കുന്ന നമ്പറാ. നമ്പർ വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞണ്ണനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോടൊന്ന് ചോദിച്ചു നോക്കും. അമ്മച്ചി, ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക്. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജില് പഠിക്കുന്നേ? ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മയുടെ നായരുടെ കോളേജിലുള്ള അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? മാറാൻ പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. എന്താ ഈ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ എം ഡി ഒന്ന് കാണാം. അതെ, എം ഡി അല്പം തിരക്കിലാണ്, വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷോ? അയ്യോ സാർ, 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ്റ്റർ, അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, ഏത് തെണ്ടിയാണ് ഇവിടുത്തെ എം ഡി? ഏത് തെണ്ടിയെങ്കിലും ആവട്ടെ, ഉണ്ടാവാ. എന്തത്, ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അല്ലേ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. എന്താ അല്ലേ സാർ, ഇവിടെ പറയാറേ. ഞാൻ പോരാം. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേൻ വിളിച്ചോട്ടെ. സ്നേഹമുള്ളവരല്ലേ? മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. മാഡത്തിന്റെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി. നീ ഈ ജോലി കിട്ടാതാക്കോ? അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എം ഡിമാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അനന്തൻ, ഇവൻ അപ്പുക്കുട്ടൻ. മോർണിംഗ്. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തൻ അപ്പുക്കുട്ടനല്ലേ? അതെ. ആ, അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂ. പ്ലീസ് ഇട്ടോ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അല്ല സാർ, അത് നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പ്രാർത്ഥിച്ചോണ്ട് തുടങ്ങാം. ഈശ്വര, ഞങ്ങളുടെ മണ്ണിൽ കഞ്ഞിമാരിടരുത്. നല്ല സെറ്റപ്പ് അല്ലേ? സോറി, നൈബോർഡ് നോക്കി. നൈബോർഡ് നല്ല ചെത്തായിട്ടുണ്ട്. ചെത്തി തന്നെ വാങ്ങിച്ചത്. ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലിയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ. ഇവിടെ തന്നെ കാണണേ. അത് ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ.
ഈ റിയൽ എസ്റ്റേറ്റിന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്കം വരച്ചുറങ്ങി ഇന്നത്തെ കാര്യം കൊളാവും. ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത്. അണ്ണന് വൈകി പറ, ഞാൻ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറാ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ. അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ? നിനക്കോ? പപ്പാ ആദ്യം അണ്ണന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാന്റും ഷർട്ടും അങ്ങോട്ട് ഇടും. എവിടെതാ? ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് 2 ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല എയ്ഡ്സോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ. അല്ല, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പേടിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ? ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കാർ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. അത് കുഴപ്പമില്ല. നിങ്ങളോടല്ലേ മിസ്റ്റർ പറഞ്ഞത്? ആ, തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്, വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, MTs ഇല്ല. പിന്നെ ആരാളോ? പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. അത് ശരി. അവരെവിടെ? അവിടെ എന്തെങ്കിലും ജോലി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തം പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. വീടൊരു പ്രശ്നമേ അല്ല, പക്ഷെ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നതല്ല അനിയന്മാരെ, ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനുടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയും. നിങ്ങളത് സമ്മതിച്ചേക്കണം. ബാക്കിയുള്ള കളിയൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തം പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞഞ്ഞായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി. ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല, കാശുമില്ല. മുങ്ങിയായിരിക്കും. ഇവക്കറിയാം എവിടെയാ. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലി കയറിയോള. എന്റെ കാശും പോയല്ലേ എന്റെ ഈശ്വര. ദാണ്ട വരുന്നവരാ അവിടുത്തെ ആൾക്കാര്. ദാണ്ട ഇവരവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞാടാ. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? മറ്റവന്മാര് ജോലി തരാന്ന് പറഞ്ഞ കാശ് മാറ്റി മുങ്ങിയിരിക്കുക. പറയുന്ന ആര് മുങ്ങിയെന്ന്? വേണ്ട, അഭിനന്ദനം ഇവിടെ വേണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? പോലീസ് കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പ് വിവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. സാർ, എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശ് കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം. കൂട്ടി നടക്കാൻ ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ഇതിനെന്താ പറയല്? ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുകിയിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല, ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ വാങ്ങിത്തരാം. ഇതെപ്പടി இருக்கு?
മൂത്തപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ എന്നിട്ടോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ? അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി തട്ടിപ്പ് വീരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ. പാവങ്ങളാ, പറ്റിയ പാവങ്ങളാ സാറേ. Stupid. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ, സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ കിടന്നാ മതി. അയ്യോ, നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതാ തന്റെ പോക്കറ്റ്. ശരിക്കും ഇടികൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ? ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാര് നമ്മളെ ഇടിച്ച് കൊന്നേനെ. അതാണ് പുരുഷന്റെ കഴിവ്. എന്തുവാടാ ഇതൊക്കെ? ഒന്ന് നിന്നേ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. അതെ അതെ കഴിവല്ലേ? എന്തോ? ആ കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. പോകാൻ വരട്ടെ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് വാഷ് 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. വലിയ 2 ഓഫീസർമാര് 300 രൂപ അഡ്വാൻസും തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിന് ഈ പരിസരത്തിന് കണ്ടുപോകരുത്. എടുത്തെറിയണ്ട, പൊട്ടുന്ന സാധനങ്ങൾ അതില്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ആ വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെന്ത് ചെയ്യും? അവന്മാർക്ക് കൊടുത്ത ആ 1 ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു വാങ്ങിക്കണം? അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? പിന്നെ എനിക്കിവിടെ കള്ളങ്ങോട്ടടിയില്ലേ? എന്റെ അവിടെ നിന്നാ കാശ്? നല്ല വിശപ്പുണ്ട് എനിക്ക്. ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട്. എന്തോന്നാ വിശപ്പ്? ഓ, നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കുറെ കാലമായി. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കേട്ടില്ല. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. വേറെ കഴിക്കേണ്ട വേണ്ട? ചപ്പാത്തി ചിക്കൻ ഫ്രൈ. ഓക്കെ സാർ. ഇതേത് ഭാഷ? പ്രേതം കൂടി പോലെ ഇയാൾ എപ്പോഴും പിന്നാലുണ്ടല്ലോ. അപ്പു, നീ എന്താ ഇവിടെ? നീ അപ്പൂട്ടൻ തന്നെ. വായു നിറച്ച് ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങട് 10 പൈസയും കൊണ്ട് നടക്കുന്നു. ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൊടുക്കാരി പോലെ? ഹായ് സുന്ദരി. ഹലോ. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതാര് സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. താങ്ക് കൺഗ്രാചുലേഷൻ. യു. പിന്നെ ഇത്രയും നാൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്ന. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ 2 അവിവാഹിതരല്ലേ. അവിടെ പെൺകുട്ടി എത്തിക്കുമെന്ന് അത് പ്രോബ്ലം ഇല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് contact ചെയ്യാം. പിന്നെന്താ, പിന്നെ Okay. വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്.
എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്. രണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരിടവില്ലേ? ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോഴൊന്നും ഒരു പിടിയും കിട്ടില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തം പിള്ളയെ പോയി കാണാം. അത് ശരിയാ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? പുരുഷോത്തമൻ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? കറക്റ്റ്. ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടോ? ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ഭാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ ഏ? നീ ഇവിടെ ഇരുന്ന് നോവൽ എഴുതാൻ പോവാ? ചിലപ്പോൾ എഴുതിയൊന്നും വരും. ഇത് മതി. നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അത് കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ മറിയാമ്മ ചേർത്തി പോയി ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോലെ അറിയാം. മതിയാക്ക്. വണ്ടി നിർത്തേ. നീ എന്താ ഇവിടെ നിക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മച്ചേടത്തിന് വീട് കൊടുക്കില്ല എന്നുള്ള പറഞ്ഞത്. ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ. 4 കാശ് ഉണ്ടാക്കണമെങ്കിൽ സീക്കാരെ ഇവിടെ കുടിക്കോ? ആലോചിക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാണ് നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മച്ചേടത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മച്ചേടത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, മലുവ. അതെയോ? മേഘത്തിന് നല്ലതല്ലേ? എന്റെ ഈശോയെ. തിന്നാ വേം പൊക്കോളുന്നല്ല. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മ പേശകേ. മറിയാമ്മച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? ഇറങ്ങടെ ഒലിയില്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മേ, എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്ക. ചേട്ടാ, എടുത്ത് കഴിക്ക്. ഞാൻ കഴിച്ചോ? എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയാമോ ചേട്ടനിക്ക്? എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തിയും ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരി തന്നെ. വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചെടുത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാൻ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് പപ്പൻ നിങ്ങളെ ഹെൽപ്പും.
കൊറേ നേരം ചേരാൻ തുടങ്ങിയിട്ട് പഞ്ചാര എന്തിനാണാവോ കാലത്ത് കെട്ടിയെന്നുള്ളത്. എന്തോന്നാ റോഡിൽ ഹലോ യെസ് കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതെ പോയിട്ട് വരെ പണിയുണ്ട് ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുളെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞുതരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പട്ടാ, ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കുട്ടി കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. ഓ. ഒരു കാര്യം, വലിയ കാശുകാരൊക്കെ സുന്ദരിയെ മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? പിന്നെ. അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ബെസ്റ്റ് ചാൻസ്. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? ആ. എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്